ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ട്രാക്കർ. കരിയർ ട്രാക്കർ പി എസ് സിയുടെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറണ്ട് അഫെയർ വിഭാഗത്തിൽ നിന്നുള്ള 7ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ 2025 ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ തുടരുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ പ്രധാന സാഹിത്യ പുരസ്കാരങ്ങളെക്കുറിച്ചുകൊണ്ടാണ്. അപ്പോൾ കേരളത്തിലെ സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം പുരസ്കാരങ്ങൾ നൽകാറുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം തൊട്ട് അവിടെ അങ്ങോട്ട് ധാരാളം പുരസ്കാരങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം നമുക്ക് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ അല്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ കുറച്ച് പുരസ്കാരങ്ങളുണ്ട്. ആവർത്തിച്ച് ചോദിക്കുന്നത് അത് നേടിയ വ്യക്തി, അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്നൊക്കെയുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പഠനമാണ് നമുക്ക് ഈ ഒരു സാഹിത്യ പുരസ്കാരങ്ങളുടെ ഭാഗത്തുനിന്ന് ആവശ്യമുള്ളത്. അത്തരത്തിലാണ് നമ്മുടെ ക്ലാസ്സും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പുരസ്കാരം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു പുരസ്കാരം തന്നെയാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. നമുക്കറിയാം 2025 എഴുത്തച്ഛൻ പുരസ്കാരം 2025 നവംബർ 1 നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേടിയ വ്യക്തിയുടെ പേര് എന്ന് പറയുന്നത് KG ശങ്കരപ്പിള്ളയാണ്. ഇനി വരുന്ന PSC പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യം നിർബന്ധമായും ഏതെങ്കിലും ഒരു എക്സാമിൽ വരും. 10th ലെവലിലോ ഡിഗ്രി ലെവലിലോ വരാൻ സാധ്യതയുണ്ട്. KG ശങ്കരപ്പിള്ള, ഇദ്ദേഹത്തിൻ്റെ പേര് ഓർത്തു വെക്കുക. അദ്ദേഹത്തിൻ്റെ കൃതി അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ, മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് അവാർഡ് നൽകിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കൃതിയെ മാത്രം ആസ്പദമാക്കിയിട്ടല്ല, മലയാള സാഹിത്യത്തിന് നൽകിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള സംഭാവനകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് KG ശങ്കരപ്പിള്ളയ്ക്ക് 2025 എഴുത്തച്ഛൻ പുരസ്കാരം നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ടുള്ള ഒരു അവാർഡാണ് വയലാർ പുരസ്കാരം എന്ന് പറയുന്നത്. അതും 2025 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ സന്തോഷ് കുമാർ അദ്ദേഹത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ആ ഒരു പുരസ്കാരം നേടിക്കൊടുത്ത കൃതി എന്ന് പറയുന്നത് തപോമയുടെ അച്ഛനാണ്. നോവൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണത്, തപോമയുടെ അച്ഛൻ. അപ്പോൾ ഇത്തരം സാഹിത്യ മേഖലയിൽ നിന്ന് രണ്ട് രീതിയിൽ ചോദ്യം വരാം. ഒന്ന്, 2025 വയലാർ അവാർഡ് നേടിയ വ്യക്തി ആരാണെന്നുള്ള രീതിയിൽ ചോദ്യം വരാം. അങ്ങനെ വരുമ്പോൾ സന്തോഷ് കുമാർ എന്നുള്ള രീതിയിൽ ഉത്തരം വരും. അതുപോലെ തന്നെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത് തപോമയുടെ അച്ഛൻ എന്നുള്ള നോവലിൻ്റെ കർത്താവ് ആരായിരുന്നു ചോദിച്ചാൽ അപ്പോഴും എന്ത് വരും? ഈ സന്തോഷ് കുമാർ എന്നുള്ള രീതിയിൽ ആൻസർ വരും. ഇനി രണ്ടാമത്, ഇത് പ്രസ്താവന രീതിയിൽ ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ചോദിക്കുക? നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു രീതിയിലും കൂടെ എന്ത് ചെയ്യണം, ആലോചിക്കണം. ഇത്തരം ഒരു ഫാക്ട് എങ്ങനെയായിരിക്കും ഒരു എക്സാമിന് ചോദിക്കുക? അപ്പോൾ പ്രസ്താവന രീതിയിൽ ഇപ്പോൾ 2 പ്രസ്താവനകളാണെന്നുണ്ടെങ്കിൽ 2025 വയലാർ അവാർഡ് ഈ സന്തോഷ് കുമാറിന് ലഭിച്ചു. അദ്ദേഹത്തിന് ഈ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി എന്ന് പറയുന്നത് തപോമയുടെ അച്ഛനാണ്. അപ്പോൾ ഈ ഒരു നോവലിൻ്റെ പേരും കൂടെ അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത്തരം രീതിയിലുള്ള ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ, ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. മൂന്നാമത്തെ പുരസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടക്കുഴൽ പുരസ്കാരമാണ്. നമുക്കറിയാം ഈ ഒരു ഓടക്കുഴൽ പുരസ്കാരവും നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുരസ്കാരമാണ്. അത് നേടിയത് K. അരവിന്ദാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിക്കാണ്. K. അരവിന്ദാക്ഷനാണ് 2024 ഓടക്കുഴൽ പുരസ്കാരം നേടുന്നത്. അദ്ദേഹത്തിന് നേടിക്കൊടുത്ത കൃതി എന്ന് പറയുന്നത് ഗോപ എന്ന് പറയുന്ന ഒരു കൃതിയാണ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാൻ കുറച്ച് എളുപ്പമാണ്. ഓടക്കുഴൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അരവിന്ദൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൃഷ്ണൻ്റെ ഒരു പേരാണത്. ഗോപ എന്ന് പറയുമ്പോഴും അവിടെ നമുക്ക് ഒരു കൃഷ്ണൻ്റെ റെഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓടക്കുഴൽ പുരസ്കാരം K. അരവിന്ദാക്ഷൻ, ഗോപ. കാരണം എല്ലാം പേരുകളാണ്, നോവലുകളാണ്. അപ്പോൾ സ്ഥിരമായിട്ട് വായന അങ്ങനെയൊന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ നോവലിൻ്റെ പേരുകളൊക്കെ തമ്മിൽ മാറിപ്പോവാം. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓടക്കുഴൽ പുരസ്കാരം 2024 K. അരവിന്ദാക്ഷൻ, ഗോപ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, ഇത് മുൻ വർഷങ്ങളിൽ PSCക്ക് ചോദിച്ചിട്ടുള്ള ഒരു അവാർഡാണ്. മാതൃഭൂമി പുരസ്കാരം എന്ന് പറയുന്നത് അതും 2024 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സാറ ജോസഫിനാണ് ലഭിച്ചിരിക്കുന്നത്. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ, സാറ ജോസഫ് മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് 2024 മലയാള സാഹിത്യ പുരസ്കാരം അവർക്ക് നൽകിയിട്ടുള്ളത്. അഞ്ചാമത്തെ അവാർഡ് എന്ന് പറയുന്നത് വയലാർ അവാർഡാണ്. അത് ഏറ്റവും ലാസ്റ്റ് നൽകിയത് പോൾ സക്രിയയ്ക്കാണ്. 2019 അത്. 2019 പോൾ സക്രിയയ്ക്ക്, അതും മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് അടുത്ത അവാർഡുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരുപക്ഷെ വേണമെങ്കിൽ പറയാം എഴുത്തച്ഛൻ പുരസ്കാരവും അതുപോലെ തന്നെ ഓടക്കുഴൽ പുരസ്കാരവും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ മലയാള സാഹിത്യത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കറണ്ട് അഫെയർ വിഭാഗത്തിൽപ്പെട്ട ചോദ്യമാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ചർച്ച ചെയ്യാം. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് പ്രധാനമായിട്ടും 3 മേഖലകളാണ് നമ്മളിതിൽ അറിഞ്ഞിരിക്കേണ്ടത്. നോവല്, കഥ, ചെറുകഥ. ഈ 3 വിഭാഗമെങ്കിലും പഠിച്ചു വയ്ക്കണം. അതിൽ നോവലിന് ലഭിച്ചത് GR ഇന്ദുഗോപൻ എന്നുള്ള വ്യക്തിക്കായിരുന്നു നോവൽ വിഭാഗത്തിൽ ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ കൃതി എന്ന് പറയുന്നത് ആനോ എന്ന് പറയുന്ന ഒരു കൃതിയായിരുന്നു. ഓർത്ത് വയ്ക്കുക, കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നോവൽ വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചത് GR ഇന്ദുഗോപൻ. അദ്ദേഹത്തിൻ്റെ കൃതി എന്ന് പറയുന്നത് ആനോ. ഓക്കെ, രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കവിതയായിരുന്നു. അതിൽ പുരസ്കാരം ലഭിച്ചത് അനിത തമ്പിക്കായിരുന്നു.
ആ ഒരു കൃതിയുടെ പേര് എന്ന് പറയുന്നത് മുരിങ്ങവാഴ കറിവേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയ്ക്കാണ് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ചെറുകഥയാണ് എന്നുണ്ടെങ്കിൽ വി ഷിനിലാൽ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിക്കാണ്. ആ ഒരു കൃതിയുടെ പേര് ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. അപ്പോൾ കൃതികളുടെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസ്താവന രീതിയിലെല്ലാം ചോദ്യങ്ങൾ വരും, അല്ലെങ്കിൽ മാച്ചിങ് ടൈപ്പ് രീതിയിൽ ചോദ്യങ്ങൾ വരും. വരുന്ന സമയത്ത് കൃതിയുടെ പേര് നിർബന്ധമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ GR ഇന്ദുഗോപൻ ആനോ, അനിത തമ്പി മുരിങ്ങവാഴ കറിവേപ്പ്, വി ഷിനിലാൽ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് സാഹിത്യ വിഭാഗത്തിൽ നിന്നും എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. കൂടുതൽ ഒരുപാട് അവാർഡുകളുണ്ട്, പക്ഷേ നമുക്ക് എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ പഠിക്കുന്നുള്ളൂ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ടൈമും കുറേ പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് ഓർത്ത് വയ്ക്കുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ.